എല്ലാവർക്കും ഡിസൈർ ട്രാവൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മറ്റൊന്നുമല്ല, എൻ്റെ വൈഫിനെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നൊരു വീഡിയോയാണ്. അവൾക്ക് നേരത്തെ മുതൽ ഡ്രൈവിംഗ് അറിയാം, എങ്കിലും ഞങ്ങൾ ഹൈവേയിലൊന്നും ഇവൾ ഓടിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അവളുടെ വീട്ടിൽ പോയിട്ട് തിരികെ വരുന്നപ്പോൾ ഹൈവേയിൽ ഓടിച്ചു തുടങ്ങുന്നൊരു സീനാണിത്. അപ്പോൾ ഇതെല്ലാ വണ്ടികളും പോയതിന് ശേഷം മാത്രം റോഡിലേക്ക് ഇറക്കാൻ വേണ്ടി നോക്കി നിൽക്കുന്നതാണ് ഈ കാണുന്നത്. അവൾ 2010 ലൈസൻസ് എടുത്താണെങ്കിൽ തന്നെയും അധികം ഓടിച്ചിട്ടില്ല വണ്ടികൾ. അപ്പോൾ കുട്ടികളുമായിട്ടൊക്കെ ഒന്ന് പുറത്തേക്ക് പോകാനോ ഒക്കെ ഞാനില്ലാത്തപ്പോഴാണെങ്കിൽ സൗകര്യമാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ വണ്ടി തന്നെ വാങ്ങിയത്. ഇപ്പം പിന്നെ ഇതൊരു 800 സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതാണ്. ഇത് 2008 മോഡലാണ്. വളരെ കുറച്ച് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇപ്പോൾ അവൾ ഒരുവിധം ഓടിക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഗിയറൊക്കെ മാറ്റുമ്പോൾ വണ്ടി ഒരു സൈഡിലേക്ക് പോകുന്ന ഒരു പ്രശ്നമുണ്ട്. അതൊക്കെ നമ്മൾ ഓടിച്ചോടിച്ച് ശരിയാവും. പിന്നെ ചെറിയൊരു പേടിയുണ്ട് ആൾക്ക് വലിയ വണ്ടികളൊക്കെ കാണുമ്പോൾ. ഓൾറെഡി ഒരു ആക്റ്റീവ് സ്കൂട്ടറുണ്ട്, അത് ഓടിച്ചൊക്കെ പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡിൻ്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ അവൾക്ക് അറിയാം. ഹൈവേയിലോട്ട് ഇതേവരെ ഓടിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് ഹൈവേയിൽ ഓടിക്കാൻ കൊടുക്കുന്നത്. അപ്പം ഈ ഡബിൾ ലൈനിങ്ങും ഒക്കെ കാണുമ്പോൾ ലൈൻ ട്രാഫിക്കൊക്കെ പുള്ളി ഒന്ന് പഠിച്ചു വരുന്നതാണിത്. ഈ മാരുതി 2008 മോഡലാണ്. അപ്പോൾ ഇതിന് ബ്രേക്കൊക്കെ സാധാ ബ്രേക്കായിരുന്നു, വാക്വം ബൂസ്റ്റർ ബ്രേക്കൊന്നും അല്ല. മാരുതി 800 ഒക്കെ ഉപയോഗിച്ചുള്ളവർക്ക് അറിയാം. പിന്നെ ഇവൾക്ക് വേണ്ടി ഒരു കൂടുതൽ സേഫ്റ്റിക്ക് വേണ്ടി ഇത് വാക്വം ബൂസ്റ്റർ ബ്രേക്കൊക്കെ ആക്കി റെഡിയാക്കി ഇറക്കിയതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സ്വിഫ്റ്റോ അതുപോലെ നിങ്ങൾ വണ്ടികൾ വലിയ ചവിട്ടുന്ന പോലെ തന്നെ ചവിട്ടിയാൽ പെട്ടെന്ന് നിൽക്കും. നേരത്തെ വണ്ടി ചവിട്ടിയ ഒരു ഡിസ്റ്റൻസ് ഇട്ടേ വണ്ടി നിൽക്കുള്ളായിരുന്നു. ഇതിപ്പോൾ ഞങ്ങളുടെ അവിടുന്ന് ഒറ്റപ്പനം തിരിയുന്നതാണ്. അവിടുത്തെ റെയിൽവേ ഗേറ്റൊക്കെ കയറുന്നതാണിത്. ഇവിടെ 1-2 തവണ നിന്ന് പോയി, അതൊന്നും കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അതാ കയറ്റത്തിൽ വന്നപ്പോൾ വേറൊരു വണ്ടി വന്നപ്പോൾ അങ്ങനെ നിന്ന് പോയതാണ്. എല്ലാവരും ശീലിക്കുന്ന പോലെ തന്നെ കയറ്റത്തിൽ നിർത്തിയിട്ട് എടുക്കുകയൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഗിയർ ഇടുമ്പോൾ വണ്ടി ഒരു സൈഡിലേക്ക് പോവുക, ഇതൊക്കെയാണ് മെയിൻ പ്രശ്നങ്ങൾ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഒരുവിധം ആയി വരുന്നുണ്ട്. പിന്നെ നമുക്ക് വണ്ടി ഓടിക്കാൻ ഒരു ആഗ്രഹം വേണം. അപ്പം ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഓടിക്കാൻ പറ്റും. അവൾക്ക് അതിനുള്ള താല്പര്യവും ധൈര്യവും ഉണ്ട് എന്നെനിക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു അറ്റംപ്റ്റിന് തയ്യാറായി പുറത്തേക്ക് ഇറങ്ങിയത്. എനിക്കും ആദ്യം വണ്ടി ഓടിക്കുന്നതിന് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവൾ കൂടെ ഇരുന്ന് ആ ധൈര്യത്തിലാണ് ഞാൻ വണ്ടി ഓടിച്ചു തുടങ്ങിയത്. പിന്നീട് മധുരയ്ക്കും ഇങ്ങനെ ഇൻട്രസ്റ്റൊക്കെ സ്ഥിരമായിട്ട് പോകാറുണ്ട് വണ്ടിയിൽ. ഇക്കാര്യത്തിലൊക്കെ ഇവൾ നല്ല സപ്പോർട്ടാണ് എനിക്ക് നൽകുന്നത്. ഞങ്ങളുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാരെങ്കിലും ഇങ്ങനെ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചിട്ട് വണ്ടി ഓടിക്കാതെയൊക്കെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ഇട്ടത്. കഴിഞ്ഞ ലോക്ക്ഡൗണാണ് ഇവൾ വണ്ടി ഓടിച്ച് തുടങ്ങിയത്. ആ സമയത്ത് റോഡിലധികം വണ്ടികളൊക്കെ കുറവായിരുന്നു. അങ്ങനെയാണ് ഓടിച്ച് തുടങ്ങിയത്. ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഉള്ളത് സൈക്കിളുകാരാണ്. സൈക്കിളുകാരുടെ ഇടക്കൂടിയൊക്കെ ഒന്ന് വണ്ടി ഓടിക്കാൻ പഠിക്കുക വലിയ പാടാണ് ആലപ്പുഴ ജില്ലയിൽ. ഈ 800 തന്നെ വാങ്ങിയെന്ന് വെച്ചാൽ ഇതിൻ്റെ അറ്റവും മൂലമൊക്കെ കൃത്യമായിട്ട് കണ്ട് നമുക്ക് വണ്ടി ഓടിച്ച് ശീലിക്കാം. അതാണ് ഈ 800ൻ്റെ പ്രത്യേകത. പിന്നെ ഏറ്റവും നന്നായിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റിയൊരു വണ്ടി 800 തന്നെയാണ്. എനിക്ക് ഈ മാരുതി വണ്ടികളാണ് കൂടുതൽ താല്പര്യം. ഈ വിലയ്ക്ക് പിന്നെ സാൻഡ്രോയോ അതുപോലുള്ള വണ്ടികൾ ഒക്കെ കിട്ടുമായിരുന്നു, എങ്കിലും എനിക്ക് ഇഷ്ടം 800 ആയിരുന്നു. ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ വീട്ടിലെന്തെങ്കിലും അത്യാവശ്യം വന്നാൽ, കുട്ടികളുമായിട്ട് പുറത്തു പോകേണ്ടി വന്നാൽ സ്കൂട്ടറിൽ 2 കുട്ടികളും കൂടി ഇരുത്തി പോവുക ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കാറിലാകുമ്പം അത്രകൂടി സേഫ്റ്റി ആണല്ലോ എന്ന് കരുതിയിട്ടാണ് ഒരു വണ്ടി വാങ്ങിയത്. ഇനി ദൂരയാത്രകളൊക്കെ പോകുമ്പോൾ ഷെയർ ചെയ്ത് ഓടിക്കാമെന്നൊക്കെയാണ് അവൾ പറയുന്നത്. പക്ഷേ അങ്ങനെ അതിനൊന്നും എനിക്ക് താല്പര്യമില്ല. ദൂരയാത്രയൊക്കെ പോകുമ്പോൾ എനിക്ക് തന്നെ ഓടിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരാഗ്രഹം. പെൺകുട്ടികളൊക്കെ ഒരു ആവേശത്തിന് ഡ്രൈവിംഗ് പഠിക്കും, ലൈസൻസ് എടുക്കും, പിന്നീട് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഇരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതൊരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇവളും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ എന്തോ താല്പര്യമൊക്കെ തനിയെ തോന്നി വണ്ടി ഓടിക്കുന്നുണ്ട്. ഞങ്ങളിത് വീട്ടിലേക്ക് എത്തുകയാണ്.
ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു പോക്കറ്റ് റോഡാണ്. അപ്പോൾ 1-2 വളവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എപ്പോഴും ആരെങ്കിലും ബൈക്കുകാർ ഈ വളവിലുണ്ടാവും, ബൈക്കുകാരോ സൈക്കിളുകാരോ ഒക്കെ. ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിനിടയിലുള്ള സംസാരമൊക്കെ എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് വോയിസ് തന്നെ കൊടുക്കുന്നത്. പലപ്പോഴും ഡ്രൈവിംഗ് പഠനം വഴക്കിലാണ് അവസാനിക്കാറ്. ഇതിന് നല്ല ക്ഷമ ആവശ്യമായ ഒരു പണിയാണിത്. ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മികച്ച ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.